നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു നടി ഉർവശിയുടെയും കലാരഞ്ജിനിയുടെയും കൽപ്പനയുടെയൊക്കെ സഹോദരനായ കമൽ റോയ് അന്തരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. സത്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തിൻ്റെ മരണം എന്തായിരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നത് അദ്ദേഹം മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരിച്ചത്. അതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ ചില മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ രീതിയിൽ വാർത്തകൾ നൽകിയിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഞാൻ അന്വേഷിച്ചുകൊണ്ടാണ് പറയുന്നത്. 10-25 കൊല്ലമായി വീൽ ചെയറിൽ ദുരിതം അനുഭവിച്ച കമൽ റോയ്ക്ക് വിട എന്ന് തലക്കെട്ടോടുകൂടിയൊക്കെ വാർത്ത വന്നു. ഈ രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ ആ കുടുംബത്തിന് വലിയ ദുഃഖമാണ് ഉണ്ടായത്. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല മരിച്ചത്. അദ്ദേഹം മരണത്തിന് തൊട്ടു മുമ്പ് വരെ വീട്ടുകാരെ വഴി സംസാരിച്ചു. പുലർച്ചെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മരണപ്പെടുകയും ചെയ്തു. ലെൻസ് സംബന്ധമായ ലെൻസിൽ വെള്ളം കിട്ടുന്ന അസുഖമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ വലിയ വീൽ ചെയറിൽ ദുരിത ജീവിതമായിരുന്നു ഇദ്ദേഹത്തിനെന്ന് വാർത്ത വന്നത് തികച്ചും അടിസ്ഥാനരഹിതമെന്നാണ് കുടുംബം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉണ്ടായ അറ്റാക്കിൽ തന്നെയാണ് മരിച്ചതെന്നാണ് കൃത്യമായി എനിക്ക് കിട്ടിയ വിവരം. വർഷങ്ങളായി ഈ കമൽ താമസിക്കുന്ന രഞ്ജിനിക്കും കലാരഞ്ജിനിക്കും അമ്മയ്ക്കും കുടുംബത്തിനോടൊപ്പം തന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരൊരുമിച്ചാണ് താമസിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ തന്നെയാണ് താമസം. ഇവരൊരുമിച്ചുള്ളൊരു ജീവിതമായിരുന്നു. എന്നിട്ടാണ് മറ്റു രീതിയിൽ വാർത്ത പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോഴാണ് കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാളെക്കുറിച്ച് ഇത്രയും മോശമായി എങ്ങനെ വാർത്ത നൽകാൻ സാധിക്കുന്നു? ഞങ്ങളുടെ കൂടെയാണ് ഇത്രയും കാലം അവർ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് എങ്ങനെയാണ് ഈ രീതിയിൽ പറയാൻ പറ്റുന്നത്? വാർത്തകൾ നൽകുമ്പോൾ മാധ്യമധർമ്മം കാണിക്കണമെന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ രീതിയിൽ വാർത്തകൾ നൽകരുതെന്നാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്ക് അവരിൽ നിന്ന് ലഭിച്ച വിവരം. ഇത്തരം വാർത്ത ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ടെന്ന കാര്യത്തിന് സംശയമില്ല. നമുക്കറിയാം, സിനിമാ കുടുംബത്തിൽ നിന്നും അഭിനയ രംഗത്തേക്ക് എത്തിയ അദ്ദേഹം നിരവധി ചിത്രങ്ങൾ, ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സായുജ്യം, കോളിളക്കം, മഞ്ഞ്, കല്യാണ സൗന്ദര്യം, വാചാലം, ശോഭനം, ദി കിങ് മേക്കർ, ലീഡർ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. ആ അഭിനയ സിനിമകളെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട ഒരു സിനിമകളാണ്. അതിലെല്ലാം നല്ല വേഷങ്ങൾ, നായകനായും വില്ലനായും ഒക്കെ അഭിനയിച്ചു. സിനിമാ ജീവിതത്തിൽ കമൽ റോയിയെ പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരനായിരുന്നു. യുവജനോത്സവം എന്ന ചിത്രത്തിൽ അഭിനയമാണ്. മോഹൻലാലും സഹോദരി ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച എന്നും എൻ്റെ കണ്ണുനീരിൽ എന്ന ഗാനം സിനിമയിൽ ഇദ്ദേഹമാണ് പാടി അഭിനയിച്ചത്. അങ്ങനെയൊക്കെ അഭിനയിച്ച് മലയാളികൾക്കെന്നും പ്രിയനായിരുന്ന കമലിൻ്റെ മരണം മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ് എന്നാണ് കുടുംബം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം, ഞാൻ വീണ്ടും പറയുന്നു, പുലർച്ചെ ഉണ്ടായ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്ന ലെൻസിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കിടപ്പിലൊന്നും ആയിരുന്നില്ല, വീൽ ചെയറിലായിരുന്നില്ല. അദ്ദേഹം നല്ല രീതിയിൽ കുടുംബം നയിച്ചുകൊണ്ടിരുന്നത്, ഈ കുടുംബമെല്ലാം ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ ഒരാൾ മരണപ്പെട്ടപ്പോൾ ഇത്തരം രീതിയിൽ വാർത്ത ചെയ്തവർ ഒന്ന് മനസ്സിലാക്കുക, അതല്ല സത്യം. ആ വാർത്ത കണ്ടപ്പോൾ ആ കുടുംബത്തിന് വലിയ ദുഃഖമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതാണ് കാരണമെന്ന് അവർ പറയും. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇത്തരം വാർത്തകൾ നൽകുന്നവർക്കെതിരെയും പ്രേക്ഷകർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും കമലിൻ്റെ മരണം ആ കുടുംബത്തിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും വേദനയിൽ ഞങ്ങളും പങ്കാളികളാകുന്നു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.